ഒരു ദിവസം നിങ്ങളുടെ സൂപ്പർവൈസർ നിങ്ങളോട് പറയുന്നു, ഇന്ന് 1 മണിക്കൂർ കൂടി ജോലി ചെയ്യണം. നിങ്ങളപ്പോൾ ആലോചിക്കുന്നു, ശരി, എക്സ്ട്രാ ജോലി ചെയ്യാം. 1 മാസം കഴിഞ്ഞ് സാലറി വന്നപ്പോൾ നിങ്ങൾക്കൊരു സംശയം. ഞാൻ ചെയ്ത ആ എക്സ്ട്രാ അവറിന്റെ പണം എവിടെ? അല്ലെങ്കിൽ കമ്പനി പറയുന്നു, പണമില്ല, പിന്നീട് ടൈം ഓഫ് തരാം. അപ്പോൾ നിങ്ങൾ കംപ്ലീറ്റ് കൺഫ്യൂസ് ആവും. ഏതാണ് ശരി? ജർമ്മനിയിലെ ഓരോ എക്സ്ട്രാ അവറിനും കാശ് കിട്ടുമോ? കമ്പനി നിർബന്ധിച്ച് ഓവർ ടൈം ചെയ്യിപ്പിക്കാൻ പറ്റുമോ? കോൺട്രാക്റ്റിൽ എന്താണ് നോക്കേണ്ടത്? ഇന്ന് ഈ വീഡിയോ കഴിഞ്ഞാൽ ജർമ്മനിയിലെ ഓവർ ടൈം സിസ്റ്റം നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും. എല്ലാവർക്കും നമസ്കാരം. സേഫ് ഹോം ജർമ്മനിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ സജിൻ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എംപ്ലോയ്മെന്റ് കോൺട്രാക്റ്റിനെ കുറിച്ച് കണ്ടു. ഇന്ന് ആ കോൺട്രാക്റ്റിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സ്കിപ്പ് ചെയ്യുന്ന ഒരു സെക്ഷനാണ് നോക്കുന്നത്, ഓവർ ടൈം. പല ഇന്ത്യക്കാരും കരുതുന്നത് എക്സ്ട്രാ ജോലി ഈസ് ഈക്വൽ ടു എക്സ്ട്രാ സാലറി എന്നാണ്. പക്ഷേ ജർമ്മനിയിൽ കാര്യം അത്ര ഈസി ഒന്നുമല്ല. അതുകൊണ്ടാണ് ഈ വീഡിയോ വളരെ പ്രധാനപ്പെട്ടതാവുന്നത്. എന്താണ് ഓവർ ടൈം? ഒരു ദിവസം നിങ്ങൾ ചെയ്യേണ്ട ഒരു സാധാരണ ജോലി സമയം കഴിഞ്ഞിട്ടും അധികമായി ജോലി ചെയ്യേണ്ടി വരും. അതിനെയാണ് സാധാരണമായി ഊബർ സ്റ്റുണ്ടൻ അല്ലെങ്കിൽ ഓവർ ടൈം എന്ന് വിളിക്കുന്നത്. പക്ഷേ എല്ലാ അധിക സമയം ഒരേ രീതിയിൽ പരിഗണിക്കപ്പെടില്ല. നിങ്ങളുടെ എംപ്ലോയ്മെന്റ് കോൺട്രാക്ട്, കളക്റ്റീവ് എഗ്രിമെന്റ് ഉണ്ടെങ്കിൽ, കൂടാതെ കമ്പനി പോളിസി എന്നിവ വലിയ പങ്കുണ്ടതില്ല. അതുകൊണ്ടാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്, ഓവർ ടൈം എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ പേയ്മെന്റ് ഉറപ്പാണ് എന്ന് കരുതരുത്. എക്സ്ട്രാ സാലറി തന്നെയാണ് കിട്ടുക? ഇതാണ് ഏറ്റവും വലിയ ചോദ്യം. ചില സ്ഥാപനങ്ങളിൽ ഓവർ ടൈമിന് അധിക ശമ്പളം നൽകാം. ചില സ്ഥാപനങ്ങളിൽ അതിന് പകരം പിന്നീട് പെയ്ഡ് ടൈം ഓഫ് നൽകാം. ചില കോൺട്രാക്റ്റിൽ ഒരു നിശ്ചിത പരിധി വരെ ഓവർ ടൈമിന്റെ വ്യവസ്ഥകൾ പ്രത്യേകം എഴുതിയിട്ടുണ്ടാകും. അതിനാൽ എന്ത് ലഭിക്കും എന്നത് നിങ്ങളുടെ കോൺട്രാക്റ്റിന് ബാധകമായ നിയമങ്ങൾക്കും അനുസരിച്ചാണ്. ഒരു എക്സാമ്പിൾ ഞാൻ നിങ്ങളോട് പറയാം. 2 നേഴ്സസ്, ഒരേ സിറ്റി, ഒരേ സാലറി. പക്ഷേ ആദ്യത്തെ നേഴ്സിന്റെ കോൺട്രാക്റ്റിൽ ഓവർ ടൈം പേയ്മെന്റ് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. രണ്ടാമത്തെ നേഴ്സിന്റെ കോൺട്രാക്റ്റിൽ കോമ്പൻസേറ്ററി ടൈം ഓഫ് എന്ന വ്യവസ്ഥയുമുണ്ട്. ഇരുവരും ഒരേ മണിക്കൂർ എക്സ്ട്രാ ജോലി ചെയ്തു, പക്ഷേ ഒരാൾക്ക് സാലറി ലഭിച്ചു, മറ്റൊരാൾക്ക് ലീവ് ലഭിച്ചു. അപ്പോൾ പ്രശ്നം സാലറി അല്ല, കോൺട്രാക്റ്റ് ആണ്. പുതിയതായി ജർമ്മനിയിൽ എത്തിയ പലർക്കും ഒരു ഭയമുണ്ട്. സൂപ്പർവൈസർ പറഞ്ഞാൽ എല്ലാം അക്സെപ്റ്റ് ചെയ്യണം. അത് ശരിയല്ല. അതുപോലെ എനിക്ക് ഒരിക്കലും ഓവർ ടൈം ചെയ്യേണ്ട എന്നതും ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. യഥാർത്ഥ ഉത്തരം ഈസ് ഈസി. ഓരോ സാഹചര്യവും, നിങ്ങളുടെ കോൺട്രാക്ട്, ജോലി, ബാധകമായ നിയമങ്ങൾ എന്നിവയെ ആശ്രയിച്ചിരിക്കും. അതുകൊണ്ട് ആദ്യം വായിക്കേണ്ടത് നിങ്ങളുടെ എംപ്ലോയ്മെന്റ് കോൺട്രാക്ട് എന്നതാണ്. നമ്മൾ ഇന്ത്യയിൽ നിന്ന് വരുമ്പോൾ പലപ്പോഴും എല്ലാം വാട്സപ്പിലോ വാക്കാലോ തീരുമാനിക്കുന്ന ശീലം ഉണ്ടാവും. പക്ഷെ ജർമ്മനിയിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. സോ നമ്മൾ പിന്നീട് അഡ്ജസ്റ്റ് ചെയ്യും, പിന്നീട് പേയ്മെന്റ് കിട്ടും എന്നൊരു കൺസെപ്റ്റ് ഒന്നുമില്ല. അത് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇതെല്ലാം ഒരു രേഖയായിട്ട് നിങ്ങൾ കയ്യിൽ ഉണ്ടായിരിക്കണം. ഇറ്റ്സ് കോൾഡ് കോൺട്രാക്ട്. അത് ചെറിയ കാര്യത്തിന് പോലും കോൺട്രാക്ട് വെക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഇവിടെയാണ് ഈ ടൈം ഷീറ്റ് എന്ന് പറയുന്ന വാക്കിനും ഒരു പ്രാധാന്യമുണ്ട്. ഇമാജിൻ ചെയ്യുക, നിങ്ങൾ 3 ആഴ്ച എക്സ്ട്രാ ജോലി ചെയ്തു, പക്ഷേ അതിന് രേഖകളൊന്നുമില്ല. അപ്പൊ പിന്നീട് എന്ത് തെളിയിക്കും? അതുകൊണ്ട് പല സ്ഥാപനങ്ങളും വർക്കിംഗ് ടൈം രേഖപ്പെടുത്തുന്ന സംവിധാനം ഉപയോഗിക്കുന്നു. നിങ്ങളുടെ അവേഴ്സ് ശരിയായി രേഖപ്പെടുത്തുന്നുണ്ടോ എന്ന് കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനി എനിക്ക് പറയാനുള്ളത് നേഴ്സസിനോടും ഷിഫ്റ്റ് വർക്കേഴ്സിനോടുമാണ്. ഹെൽത്ത് കെയർ സെക്ടറിൽ ജോലി ചെയ്യുന്നവർക്ക് ഷിഫ്റ്റ് മാറ്റങ്ങൾ, എമർജൻസി കോൾസ്, വീക്കെൻഡ് ഡ്യൂട്ടി എന്നിവ സാധാരണമാണ്. അതിനാൽ ഓഫർ ലെറ്റർ അല്ല, എംപ്ലോയ്മെന്റ് കോൺട്രാക്ട് മാത്രമല്ല, ഷിഫ്റ്റ് റോൾസ്, കളക്റ്റീവ് എഗ്രിമെന്റ് ഉണ്ടെങ്കിൽ കമ്പനി പോളിസി എന്നിവയും മനസ്സിലാക്കി വെക്കാനായിട്ട് നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യണം. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ഒരു കോമൺ മിത്സുകളുണ്ട്, ഏറ്റവും വലിയ തെറ്റിദ്ധാരണകൾ. എക്സ്ട്രാ ജോലി ചെയ്താൽ എല്ലായ്പ്പോഴും ഡബിൾ സാലറി കിട്ടും, ഇന്ന നേഴ്സിന് ഇന്നത് കൊടുത്തു, അവർക്ക് ഇന്നത് കിട്ടി. ഇതൊന്നും എല്ലാ സ്ഥലത്തും ബാധകമല്ല. ബേസ്ഡ് ഓൺ ദ കമ്പനി പ്രൊഫൈൽ ഇതെല്ലാം മാറ്റം വരും. നമുക്ക് ഓവർ ടൈം എന്ന് പറയുന്നത് ഒരിക്കലും നിരസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. പക്ഷെ ഓരോ ജോലിയുടെയും നിയമങ്ങളും കരാറുകളും വ്യത്യസ്തമാണ്. അതിനെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്ന് മാത്രമാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു കോമൺ ഒരു ജഡ്ജ്മെന്റിലേക്ക് നിങ്ങൾ ഒരിക്കലും വരരുത്. നിങ്ങൾ സൈൻ ചെയ്യുമ്പോൾ ചോദിക്കേണ്ട ചില ചോദ്യങ്ങളുണ്ട്.
ഓവർ ടൈം എങ്ങനെ കൈകാര്യം ചെയ്യുന്നു, പേയ്മെന്റ് ആണോ, ടേക്ക് ഓഫ് ആണോ, ടൈം ഓഫ് ആണോ, അപ്രൂവൽ വേണോ, വർക്കിംഗ് അവേഴ്സ് എങ്ങനെയാണ് രേഖപ്പെടുത്തുന്നത്. ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങൾ ആ കോൺട്രാക്റ്റിൽ കൃത്യമായിട്ട് നിങ്ങൾ മെൻഷൻ ചെയ്ത് മനസ്സിലാക്കണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞിട്ട് സോൾവ് ചെയ്യുന്ന സമയത്താണ് ഇതൊക്കെ നിങ്ങൾ സൈൻ ചെയ്ത് കൊടുത്തതാണുള്ളത് പിന്നെ മനസ്സിലാക്കുന്നത്. പിന്നെ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ജർമ്മനിയിൽ കൂടുതൽ സമയം ജോലി ചെയ്യുന്നു എന്നൊരു വലിയൊരു ക്രൈറ്റീരിയ ഒന്നുമല്ല. ആ സമയം എങ്ങനെ കണക്കാക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ടത്. നിങ്ങൾക്ക് അവകാശങ്ങളുണ്ട്. നിങ്ങൾക്ക് അതിനുവേണ്ടി ചോദിക്കാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾക്ക് അവർ തരുന്ന കോൺട്രാക്ട് വ്യക്തമായി വായിക്കണം. ആവശ്യമെങ്കിൽ ക്ലാരിഫിക്കേഷൻ നടത്തണം. സോ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഇതിന്റെ ബേസിക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്ക് അസിസ്റ്റൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് കമന്റ് സെക്ഷൻ ഉപയോഗിക്കാവുന്നതാണ്. അല്ലെങ്കിൽ സേഫ് ഹോം ജർമ്മനിയുടെ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, ഈ ചാനൽ തുടങ്ങിയിട്ട് അധികം കാലമൊന്നും ആയിട്ടില്ല. ആൾക്കാരിലേക്ക് എത്തുന്നതേ ഉള്ളൂ. ജർമ്മൻ പഠിക്കുന്ന, ജർമ്മനിലേക്ക് പോകുന്ന, ജർമ്മനിലുള്ള ആർക്കെങ്കിലും ഈ ചാനൽ ഒന്ന് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ അവർക്ക് യൂസ്ഫുൾ ആയിട്ട് ഇൻഫർമേഷൻ നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ, നമ്മൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ സൈനിങ് ഓഫ്. ആൻഡ് ഒരു കാര്യം പറയാൻ മറന്നുപോയി, നിങ്ങൾക്ക് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കണമെങ്കിൽ നമുക്കൊരു പ്ലാറ്റ്ഫോം ഉണ്ട്, ഡോയ്ച്ച് വിത്ത് സജിൻ. അതിൽ നിങ്ങൾക്ക് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാവുന്നതാണ്. നമുക്ക് A1 തൊട്ട് C2 വരെയുള്ള ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ യു ആർ ഓൾവേസ് വെൽക്കം ആൻഡ് മോസ്റ്റ് വെൽക്കം ആൻഡ് ടേക്ക്